Good morning, students. Another university question. Find the Fourier transform of f of x is equal to x square if mod x less than equal to 1, 0 otherwise. The opposite 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. f of s is equal to 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. നമ്മൾ ഫോർമുല എഴുതി. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ f of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? f of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x സ്ക്വയർ ഇൻ ദി ഇന്റർവൽ mod x ലെസ് ദാൻ ഈക്വൽ ടു. അപ്പോൾ mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൈനസ് x ലെസ് ദാൻ 1 ഓർ x ലെസ് ദാൻ. മൈനസ് x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ മൈനസ് 1 ഓർ x ലെസ് ദാൻ. Therefore x lies between minus 1 to plus 1. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് 1 to plus 1 ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മൈനസ് 1 to 1 ലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മളിവിടെ 1 by root of 2 pi integral minus 1 to plus 1 f of x ന്റെ വാല്യൂ എന്ത് എഴുതാം? എക്സ് സ്ക്വയർ e raised to minus isx dx. All other cases function value will be 0. Only in the interval minus 1 to plus 1 function defined as x square. In all other cases function value will be 0. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 by root of 2 pi integral minus 1 to plus 1 x square into e raised to minus isx എങ്ങനെ എഴുതാം? cos sx minus I sin sx എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 1 by root of 2 pi minus 1 to plus 1 x square cos sx dx minus I into minus 1 to plus 1 x square into sin sx dx. രണ്ടായിട്ട് തിരിച്ചു. ഇനി നോക്കാം 1 by root of 2 pi ഇന്റഗ്രൽ. ഇവിടെ x സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. cos sx എന്ന് പറഞ്ഞാലും ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം x ന് മൈനസ് എക്സ് കൊടുത്തു കഴിയുമ്പോൾ നോ ചേഞ്ച്. x സ്ക്വയർ x itself cos sx ന് x ന് മൈനസ് എക്സ് കൊടുത്താലും cos മൈനസ് തീറ്റ cos തീറ്റ. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ഇൻടു ഈവൻ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 2 times 0 to 1 x square cos sx dx എന്ന് എഴുതാം. അതിന്റെ കാരണം എന്താണ്? ഇന്റഗ്രൽ മൈനസ് a to a f of x dx is equal to 2 times 0 to a f of x dx when f of x is even, 0 when f of x is odd. ഇവിടെ ഫസ്റ്റ് കേസിലെ x സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ ആണ്, cos sx ഈവൻ ഫംഗ്ഷൻ ആണ്, ഈവനിന്റെ ഈവൻ ആണ്. Therefore ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് 2 times 0 to 1 x square cos sx dx എഴുതാം. രണ്ടാമത്തെ കേസിലേക്ക് നോക്കുക. x സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ ആണ്, സൈൻ എസ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ എക്സിന് മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് സൈൻ എക്സ് കിട്ടും. അപ്പൊ ഒന്ന് ഓഡ് ഫംഗ്ഷനും മറ്റൊരു ഈവൻ ഫംഗ്ഷനുമാണ്. ഈവൻ ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷൻ മൊത്തം ഓടായിട്ട് മാറും. ഓടായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 0. രണ്ടാമത്തെ കേസിൽ 0. അപ്പൊ ഈ ഒരു ആദ്യത്തെ പാർട്ട് മാത്രം നമ്മൾ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ. ഞാൻ അടുത്ത പ്രൊസീജിയർ അതാണ്. അടുത്ത സ്റ്റേജില് therefore f of x is equal to root of 2 by pi. ഈ 2 root 2 നെ വെട്ടിക്കള ചെയ്യുമ്പോൾ root 2 into root 2 അപ്പോൾ root 2 പോകും. root of 2 by pi integral 0 to 1 x square into cos sx dx. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. എന്താണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ പറയുന്നത്? ആദ്യം പ്ലസ് ഇടുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് derivative of first into integral of second. Then plus derivative of first into integral of second.
അപ്പൊ ഡെറിവേറ്റീവ് തീർന്നു പോകുന്നത് ഏതാണോ അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ ആദ്യം എടുത്തു, കോസ് എസ് എക്സ് രണ്ടാമത് എടുത്തു. ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ടും പുട്ടിനെ ബ്രാക്കറ്റ്. Only after the integration we can release the bracket. Only after the integration we can release the bracket. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ റൂട്ട് ഓഫ് 2/π എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എസ് എക്സ് ബൈ എസ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. സൈൻ എസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് സ്ക്വയർ. Then plus 2 into വീണ്ടും ചെയ്യുമ്പോൾ മൈനസ് സൈൻ എസ് എക്സ് ബൈ എസ് ക്യൂ. ഇന്റഗ്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കിയേ. ഇവിടെ എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ, കോസ് എസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എസ് എക്സ് ബൈ എസ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും 2x, സൈൻ എസ് എക്സ് ബൈ എസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എസ് എക്സിന്റെ മൈനസ് കോസ് എസ് എക്സ്, ഒരു എസ് കൂടി വരുമ്പോൾ എക്സ് സ്ക്വയർ വരും, പ്ലസ് ഈ 2x ഡെറിവേറ്റീവ് എന്താണ്? 2 മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് സ്ക്വയർ എന്താണ്? മൈനസ് സൈൻ എസ് എക്സ് ബൈ എസ് ക്യൂ. മൈനസ് കൂടി ഇടുന്നു, കോസ് എസ് എക്സിന്റെ സൈൻ എസ് എക്സ് ബൈ എസ് ക്യൂ. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ, ലിമിറ്റ് 0 to 1 ആണ്. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ റൂട്ട് ഓഫ് 2/π ഇവിടെ ആദ്യം 1 കൊടുക്കുക, 1 ഇൻറ്റു സൈൻ എസ് ബൈ എസ്. രണ്ടാമത്തെ മൈനസ് മൈനസ് പ്ലസ് ആയി 2 ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ കോസ് എസ് എക്സ് 1 കൊടുക്കുന്നു. മൂന്നാമത്തെ കേസില് മൈനസ് 2 ഇൻറ്റു സൈൻ എസ് ബൈ എസ് ക്യൂ. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് ആദ്യം ഇവിടെ 0 കൊടുക്കും. 0 കൊടുത്താൽ ആദ്യത്തെ ടൈം 0 കിട്ടും, രണ്ടാമത്തെ ടൈം നമുക്ക് 0 കിട്ടും, മൂന്നാമത്തെ ടൈം നമുക്ക് 0, സൈൻ 0 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാ ടൈമും 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2/π സൈൻ എസ് ബൈ എസ്, ഇവിടെ 2 ഇൻറ്റു 1 കോസ് എസ് ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടാം, എസ് സ്ക്വയർ പ്ലസ് 2 കോസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സൈൻ എസ് ബൈ എസ് ക്യൂ. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? സൈൻ എസ് ബൈ എസ് പ്ലസ് 2 കോസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സൈൻ എസ് ബൈ എസ് ക്യൂ. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ. അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/√2π 1/√2π integral minus infinity to plus infinity f of x e raised to minus isx dx. അത് f of x എന്താണ്? ഇവിടെ f of x എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ x സ്ക്വയർ ഇൻ ദ ഇന്റർവൽ mod x less than equal to 1. mod x less than equal to 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? x less than 1 ആവാം, മൈനസ് x less than 1 ആവാം, പ്ലസ് x less than 1 ആവാം. അപ്പൊ നമ്മൾ x ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ നമ്മുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും -1 to +1 ആയി. എഫ് ഓഫ് എക്സിന് വരെ എക്സ് സ്ക്വയർ കൊടുത്തു. അതിനുശേഷം ഇ റേസ് ടു മൈനസ് ഐ എക്സ് എക്സ് എന്ത് കൊടുത്തു? കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് കിട്ടും, രണ്ടാമത്തെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. ആദ്യത്തെ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആവുന്നതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എസ് എക്സ്. എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. എക്സിന് മൈനസ് എക്സ് കൊടുത്താൽ there will be no change. കോസ് എസ് എക്സിന് എക്സിന് മൈനസ് എക്സ് കൊടുത്താൽ കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ ആദ്യത്തെ രണ്ട് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു ഈവൻ ഫംഗ്ഷൻ ഈസ് അഗൈൻ ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇന്റഗ്രൽ മൈനസ് a to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times 0 to a f of x dx. അപ്പൊ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 2 times 0 to 1 x square into cos sx dx. രണ്ടാമത്തെ കേസിലാവുമ്പോൾ എക്സ് സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ ആണ്, പക്ഷെ സൈൻ എസ് എക്സ് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓഡിന്റെ ഈവൻ എന്താണ്? ഓഡാണ്. രണ്ടാമത്തെ കേസ് 0 ആയി പോകും. കാരണം എന്താണ്? മൈനസ് a to a f of x dx is equal to 0 when f of x is odd. രണ്ടാമത്തെ കേസ് എന്തായി പോയി? 0. ഇനി നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ പറയുന്നത് എന്താണ്?
general rule for integration, first function in ആദ്യം plus ഇടുക, first function into integral of seconds minus derivative of first into integral of seconds, then plus derivative of first into integral of second, and it goes on. അപ്പൊ ആദ്യം നമ്മള് ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് തീർന്നു പോകണ ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുക. ഇവിടെ എക്സ് സ്ക്വയർ ആണ് നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുക. ഇപ്പോൾ ഇന്റഗ്രേഷൻ മുമ്പ് ഈ രണ്ട് ഫംഗ്ഷൻ പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്. Only after the integration we can release the bracket. Only after the integration we can release the bracket. Very important point. After the integration we can release the brackets. അങ്ങനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തതിനു ശേഷം അതിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടുന്ന എന്താണ്? √2 sin s by s plus 2 cos s by s square minus 2 sin s by s cube എന്നാണ് ആൻസർ കിട്ടുക. ഇത് ആഗസ്റ്റ് 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കെയിലിൽ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടാണ്. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ.